വെള്ളപോക്ക് അഥവാ അസ്ഥിസ്രാവം അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയുമോ? പല ആളുകളും പറയാറുണ്ട് അവർക്ക് വെള്ളപോക്ക് വന്നിട്ട് അവർക്ക് വളരെയധികം ശരീരം മെലിഞ്ഞു, നടുവേദന ഉണ്ടായി എന്നെല്ലാം പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് അറിയാമോ? ഈ വെള്ളപോക്ക് ഉണ്ടാകുന്നത് സാധാരണ ക്ഷീണമുള്ള ആളുകൾക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളപോക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ക്ഷീണമുണ്ട് എന്നാണ്. അപ്പോൾ ക്ഷീണം മാറാനായിട്ടുള്ള വഴികൾ ചെയ്തു കഴിഞ്ഞാൽ വെള്ളപോക്ക് മാറിക്കോളും. പക്ഷെ പല ആളുകളും കരുതുന്നത് ഈ വെള്ളപോക്ക് വന്നിട്ടാണ് അവർക്ക് ക്ഷീണം ഉണ്ടാകുന്നത് എന്നാണ്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളപ്പോക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളപ്പോക്കിന് ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടെന്നും ആ ക്ഷീണത്തിന് എന്ത് കാരണമുണ്ടായി എന്നും. ഒരുപക്ഷെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കുറവാകാം, നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ കുറവാകാം, നിങ്ങളുടെ പണികളുടെ കൂടുതൽ കൊണ്ടാകാം. ഇങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അതാദ്യം തിരുത്തുക. അത് തിരുത്തി കഴിയുമ്പോൾ പലപ്പോഴും ഈ വെള്ളപ്പോക്കെന്ന് പറയുന്ന പ്രശ്നം തനിയെ മാറിക്കോളും. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിന് ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറെ സമീപിക്കുക.